ഒരു ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ സ്ഥിരതയ്ക്കും ഇതിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അങ്ങനെ അടിസ്ഥാനപരമായ അല്ലെങ്കിൽ ഫണ്ടമെൻ്റലായിട്ട് ഉറപ്പിച്ച ബിസിനസ്സുകൾ മാത്രമാണ് എത്ര വളർന്നാലും അത് തളരാണ്ട് മുന്നോട്ട് നിൽക്കുകയുള്ളൂ. എന്താണ് ഈ അടിസ്ഥാനപരമായ കാര്യങ്ങൾ? അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫൗണ്ടേഷൻ ഇടുമ്പോൾ, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഫൗണ്ടേഷനിൽ പെട്ട കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ട് തുടങ്ങിയ ബിസിനസ്സുകളാണ് വളർന്ന് ഇന്ന് നിങ്ങൾ നോക്കാണുന്ന നന്നായി വളർന്ന് ജനറേഷൻസ് കൈമാറി വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് വളരെ ആദരവോടുകൂടി നമ്മൾ കാണുന്ന ബിസിനസ്സുകളെല്ലാം ഇങ്ങനെ അടിസ്ഥാനപരമായിട്ട് നല്ല ഉറപ്പുള്ളതാണ്. എന്താണ് ഈ അടിസ്ഥാനങ്ങൾ? എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറേ പോയിൻറ്റ്സുകൾ വേറെ ഉണ്ട്. എന്നാലും ഞാൻ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ ബിസിനസ്സും ആ പേഴ്സണും ഒരു ഇൻഡിവിജ്വൽ ബിസിനസ്സോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പോ ഒക്കെ ആണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള നമ്മൾ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുമ്പോൾ ബിസിനസ്സിനെയും പേഴ്സണലിനെയും രണ്ടായി കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനം. അതിൻ്റെ ആ ഉടമസ്ഥൻ എന്നുള്ളത് ആ ഒരു 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 പവർ അല്ലെങ്കിൽ ഉടമസ്ഥൻ എന്നുള്ള ഒരു കാര്യം മറന്നിട്ട് നമ്മൾ അവിടുത്തെ ഒരു ജോലിക്കാരൻ എന്നുള്ള രീതിയിൽ ഉടമസ്ഥൻ ജോലി ചെയ്യുമ്പോഴാണ് ബിസിനസ്സും ഈ ഉടമസ്ഥതയും രണ്ടായിട്ട് കാണാൻ പറ്റുന്നത്, രണ്ടായി വരേണ്ടത്. ആ ഡിമാർക്കേഷൻ, ആ ഒരു ലക്ഷ്മണ രേഖ പോലത്തെ ഒരു രേഖയാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ബിസിനസ് ഇല്ലാണ്ടാവും, ഓണർഷിപ്പും ഇല്ലാണ്ടാവും, അസറ്റുകളും ഇല്ലാണ്ടാവും. അപ്പോൾ ബിസിനസ്സിൻ്റെ രീതിയിൽ തന്നെ ഓടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ചില ഫണ്ടമെൻ്റൽ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അക്കൗണ്ട്സ് മെയിൻ്റനൻസ് ആണ്. എപ്പോഴും നോക്കിക്കോ, നല്ല നല്ല ഓർഗനൈസേഷൻസ്, നല്ല നല്ല കമ്പനികൾ, നല്ല നല്ല സ്ഥാപനങ്ങൾ, അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അക്കൗണ്ട്സ് പെർഫെക്റ്റ് ആയിരിക്കും. അവരുമായിട്ട് പുറത്തുനിന്നുള്ള ആൾ ഡീൽ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ആ അക്കൗണ്ട്സിൻ്റെ ക്വാളിറ്റി. ഇത് തുടക്കം മുതലേ ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ, കാരണം അക്കൗണ്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്താലും അതിൻ്റെ അളവുകോലാണ്. അക്കൗണ്ട്സിൻ്റെ ഫിഗേഴ്സ് വഴിയേ നിങ്ങൾക്ക് അതിനെ അളക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പല സ്ഥലത്തും പലരും പറയാറുണ്ട്, എൻ്റെ ബിസിനസ് നന്നായിട്ട് ചെയ്യാറുണ്ട്, ഇത്തവണ ഗ്രോത്ത് ഉണ്ട്, നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ട്. എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല. അവരെ ക്യാഷ് ഫ്ലോ വെച്ചിട്ടാണ് പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശ്വസിക്കുന്നത്. പക്ഷേ അതൊന്നും പ്രോഫിറ്റ് ആയിരിക്കണമെന്നില്ല. ഞാൻ അതിലേക്ക് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ അക്കൗണ്ട്സ് കീപ്പിംഗ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനത്തിൻ്റെ ഏറ്റവും ശരിയായ രീതിയിലുള്ള അക്കൗണ്ട്സ് കീപ്പിംഗ്. എല്ലായിടത്തും അക്കൗണ്ട്സ് കാണും, പക്ഷേ വേണ്ട രീതിയിലുള്ള അക്കൗണ്ട്സ് കീപ്പിംഗ് ആണ് ഏറ്റവും പ്രധാനം. രണ്ടാമത് അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങൾ, നമ്മുടെ നിയമപരമായ കാര്യങ്ങൾ. ഗവൺമെൻറ്, എസ്പെഷ്യലി ഗവൺമെൻറ്റുമായിട്ട് ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റാരുമായിട്ട് ഡീൽ ചെയ്താലും നിയമപരമായിട്ടുള്ള കൊടുക്കാനുള്ള ടാക്സുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒരിക്കലും ഇതൊരു ചിലവാണ് എന്നുള്ള രീതിയിൽ കാണരുത്. ഇത് നമ്മുടെ ഒരു പ്രിവിലേജാണ്. നമ്മൾ ബിസിനസ് ചെയ്ത് സൊസൈറ്റിക്ക് കൊടുക്കണു എന്നുള്ള കാര്യത്തിൽ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളും കാണാറുള്ള പോലെ ടാക്സ് ഇവേഡ് ചെയ്യാൻ എന്താണ് വഴി, അത് ഒഴിവാക്കി കിട്ടാൻ എന്താണ് വഴി എന്നുള്ള തിങ്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളൊന്നും വളർന്നിട്ടില്ല. ഇത് ഒരു നഗ്ന സത്യമാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ, സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങളിലുള്ള കാര്യങ്ങൾ, ഉള്ള നിയമങ്ങൾ കൃത്യമായി പാലിക്കുക. ടാക്സ് കൊടുക്കലും മാത്രമല്ല, എല്ലാ നിയമങ്ങളും. നമ്മളൊരു സ്ഥലത്തൊരു ബിസിനസ് ചെയ്യുമ്പോൾ, ഒരു രാജ്യത്തൊരു ബിസിനസ് ചെയ്യുമ്പോൾ പല നിയമങ്ങളും നമുക്ക് അനുകൂലമായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല നിയമങ്ങൾ. അത് കോംപ്ലിക്കേറ്റഡായി തോന്നും, അത് എന്തിനാണെന്ന് തോന്നും. ഇതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നിയമങ്ങൾ പാലിക്കാൻ നോക്കണം. നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ ചെയ്യും. നമ്മൾ പുറത്ത് പോയി ഒരു ബിസിനസ് ചെയ്താൽ, ഗൾഫ് കൺട്രീസിൽ ഏത് കൺട്രീസിൽ പോയി ബിസിനസ് ചെയ്താൽ അവിടെ നിയമങ്ങൾ പാലിക്കാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഇവിടെ എന്തിനാണ് പിന്നെ ഇതിനെപ്പറ്റി ശ്രമിക്കുന്നത്? പക്ഷേ അങ്ങനെ ഒരിക്കലും ഈ സ്റ്റാറ്റ്യൂട്ടറി കാര്യങ്ങളിലേക്കുള്ള ഇത് പോകരുത്, ആ ശ്രദ്ധ പോകരുത്. അത് അതിൻ്റെ ഉടമസ്ഥൻ നിർബന്ധമായും അവരുടെ എംപ്ലോയീസിനോട് പറഞ്ഞിരിക്കണം, കറക്റ്റ് സമയത്ത് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് അടയ്ക്കുക, നിയമങ്ങളെല്ലാം വാട്സായിട്ട് പാലിക്കുക, ലൈസൻസുകൾ എടുക്കുക, അത് റിന്യൂ ചെയ്യുക. ഇത്രയൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ കമ്പനിയുടെ സ്റ്റാറ്റസ്, അതിൻ്റെ ഇമേജ് തന്നെ പബ്ലിക്കിലും ഗവൺമെൻറ് ഏജൻസികളിലും എല്ലാം അത് വളരെ നന്നായിട്ട് വരും. പിന്നെ അടുത്തത്, നമ്മൾ പലപ്പോഴും കാണാറുള്ള കാര്യമാണ്, നമ്മുടെ പൈസ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അല്ലെങ്കിൽ നമ്മൾ കടമെടുക്കുന്ന പൈസ എന്താണ് ചെയ്യുന്നത്? ബിസിനസ് ചെയ്യുകയാണ്. ബിസിനസ് എങ്ങനെയാണ് ചെയ്യുന്നത്? റോളിങ് ഒരു സൈക്കിളാണത്. ഈ സൈക്കിളിൽ ഓരോ സ്റ്റേജിലും നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും കാണാൻ പറ്റും, നമുക്ക് പൈസ കിട്ടാനുള്ള കിട്ടാക്കടങ്ങൾ, അതിൻ്റെ മുകളിൽ കിട്ടാക്കടങ്ങളെന്ന് മാത്രമല്ല കടങ്ങൾ, ഇതിനെപ്പറ്റി യാതൊരു കൺട്രോളും ഇല്ല. ഇപ്പോൾ അക്കൗണ്ട്സ് കറക്റ്റായിട്ട് ചെയ്തു പോയില്ലെങ്കിൽ ഈ കടങ്ങളൊന്നും നമുക്ക് റിയലൈസ് ചെയ്ത് കിട്ടില്ല. അത് നമ്മൾ കറക്റ്റായിട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അവരുടെ നമുക്ക് കിട്ടാനുള്ള ആളുമായിട്ട് അത് കൺഫർമേഷൻ എടുക്കണം. അത് പിന്നെ വാട്സാപ്പ് സമയാസമയങ്ങളിൽ
മേടിക്കണം, ഇതൊരു ഒന്ന്. രണ്ട്, സ്റ്റോക്കുകൾ. നമ്മൾ സ്റ്റോക്കൊക്കെ പോയിട്ട് അതിൻ്റെ ഏജിങ് എത്ര കാലമായി നമ്മൾ ഏജിങ് മേടിച്ച് വെച്ചിട്ട് അതിനൊക്കെ പ്രോപ്പർ കൺട്രോൾ തുടക്കം മുതൽ ഉണ്ടാകുന്ന സ്ഥാപനങ്ങളിൽ വർക്കിംഗ് ക്യാപിറ്റലിന് ഒരു കുറവും വരില്ല. നമ്മൾ സാധാരണ എവിടെ ചെന്നാലും ഒരു കംപ്ലയിൻറ്റ് എൻ്റെ ഉടമസ്ഥന്മാർ പറയണത് ബാങ്കിൽ ലോൺ ചോദിച്ചു തന്നില്ല. പ്രശ്നം വെച്ചാൽ തന്ന ലോൺ എന്ത് ചെയ്തു എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. അത് നിങ്ങളുടെ കയ്യിലുണ്ടോ, അതെയോ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്ത് നഷ്ടപ്പെടുത്തി പോയിരിക്കുകയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ബാങ്ക് വീണ്ടും ലോൺ തരാത്തത്. അതിൽ പറയേണ്ടത് ഈ ലോൺ തരാത്തത് നന്നായി, കാരണം അത്രയും കൂടി നഷ്ടം നമുക്ക് കുറയും. കാരണം നമ്മൾ ബിസിനസ് മാനേജ് ചെയ്യാൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതും കൂടി ഇല്ലാണ്ടായി പോകും. അപ്പം ഈ ബാങ്കിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ബോറോ ചെയ്യാൻ ശ്രമിക്കരുത്. കഴിയുന്നതും ബോറോ ചെയ്യേണ്ടെന്നുള്ളതല്ല, നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രമേ കടമെടുക്കാവുള്ളൂ. അതിനുള്ള ഇൻട്രസ്റ്റും കൂടി കൊടുത്തിട്ട് നമ്മുടെ ബിസിനസ് വയബിളാക്കി കൊണ്ടുപോകാൻ തന്നെ നോക്കണം. ഇപ്പോൾ പലയിടത്തും നമ്മൾ കാണുന്ന പൈസ എവിടെ നിന്നെങ്കിലും കിട്ടാമെന്നുണ്ടെങ്കിൽ അതെല്ലാം മേടിക്കുകയാണ്. അത് മേടിച്ചിട്ട് എന്ത് ചെയ്യും, പല കാര്യങ്ങൾക്ക് വേണ്ടി ഡൈവേർട്ട് ചെയ്യും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിൻ്റ്. ബിസിനസ്സും ഓണർഷിപ്പും രണ്ടായിട്ട് കണ്ടില്ല എങ്കിൽ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ കടമായിട്ട് കിട്ടുന്ന പൈസ നമ്മൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. അതായത് കാറും അടുത്തയാളുടെ വീട്ടിലെ കാറ് വലുതായി, അപ്പോൾ കാറ് വലുത് മേടിക്കണം, നല്ല വീട് വയ്ക്കണം. ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ലാഭത്തിൽ നിന്നാണ് പിന്നെയും പോട്ടെ. ഇത് ബിസിനസ്സിൽ നിന്ന് ലോൺ എടുത്ത് ആ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഫണ്ടമെൻ്റലി ഇതൊക്കെ റോങ് ആണ്. അപ്പോൾ നമ്മൾ അധികം ബോറോ ചെയ്യാൻ നോക്കരുത്. പല സ്ഥലത്തും കാണുന്ന ബോറോ ചെയ്യാൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് ക്യാപിറ്റൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്കൊക്കെ ബൂസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും, ഡെറ്റേഴ്സ് ബൂസ്റ്റ് ചെയ്ത് കാണിക്കും. ഇല്ലാത്തവർ 2 കോടി സ്റ്റോക്ക് ഉള്ളത് 6 കോടിയാണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യും. മറ്റേ കിട്ടാൻ 1 കോടി ഉള്ളത് 4 കോടിയാണെന്ന് പറഞ്ഞ് കാണിക്കും. ഇതെല്ലാം കൂടെ കാണിച്ച് അതിൻ്റെ 70% 80% ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. എന്ത് ക്രിമിനൽ ആക്ഷനാണ് ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്ക് എലിജിബിൾ അല്ലാത്ത സാധനം, ഈ ബിസിനസ് നോംസിൽ പെടാത്ത ഒരു സാധനം നമ്മൾ ലോൺ എടുക്കുന്നു, എന്നിട്ട് അത് ഡൈവേർട്ട് ചെയ്യുന്നു സ്വന്തം ആവശ്യത്തിനും ചിലവിനും കല്യാണത്തിനും വീട് മേടിക്കാനൊക്കെ ആയിട്ട്. ഇങ്ങനെയുള്ള ബിസിനസ്സുകളെ എങ്ങനെ ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് സെക്കൻഡ് ജനറേഷനിലേക്ക് പോകുന്നൊക്കെ ആലോചിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ബോറോയിങ് സെറ്റപ്പും ഇതും കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇത് വളരെ സേഫായിട്ട് പോകും. പിന്നെ ഫണ്ടമെൻ്റൽസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിനോടുള്ള പെരുമാറ്റം. നമ്മൾ തുടക്കം മുതലേ നല്ലൊരു കൾച്ചർ, എംപ്ലോയി നല്ലൊരു കൾച്ചർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അവർ ഹാപ്പിയാണ്, അവർ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം. ഈ ഏറ്റവും ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കുന്ന കാര്യത്തിലാണ് എംപ്ലോയീസുമായിട്ടുള്ള പെരുമാറ്റം. ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞ മാതിരി എല്ലാവരുമായിട്ടും പെരുമാറ്റം നന്നായിരിക്കണം, പക്ഷേ എംപ്ലോയീസിൻ്റെ കമ്മിറ്റ്മെൻ്റ് ഇല്ലാണ്ട് ഒരു കാലത്തും ആ സ്ഥാപനം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ധരിച്ചാണെന്ന് നമുക്ക് മനസ്സിലാവും. ചില ഓണേഴ്സോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ ആയിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ആക്ഷൻ കാണുമ്പോൾ, അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ടുവേഴ്സ് എംപ്ലോയീസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ വേറെ എന്തെല്ലാം ഉണ്ടായാലും ഇത് വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ എംപ്ലോയീസിനോടുള്ള പെരുമാറ്റം, അവരെ റെസ്പെക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഒരു സന്തോഷം, വിൻ സിറ്റുവേഷനിൽ എംപ്ലോയറും എംപ്ലോയിയും കൂടി തൊഴിലുടമയും തൊഴിലാളികളും അല്ലെങ്കിൽ ജോലിക്കാരും കൂടി ചെയ്തു പോയില്ല എങ്കിൽ അവരുടെ ആത്മാർത്ഥത ഉണ്ടാവില്ല, അവർക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ല, അവർക്ക് ഓണർഷിപ്പ് ഉണ്ടാവില്ല. നമ്മൾ തന്നെ ഇരുന്നുകൊണ്ട് എത്രമാത്രം ബിസിനസ് ചെയ്യാൻ പറ്റും? ഇതെല്ലാം കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച് പോകുമ്പോൾ ബിസിനസ്സിൻ്റെയാണ് ഫണ്ടമെൻ്റൽസ് ഒട്ടും സ്റ്റോക്ക് അല്ലാത്തത്, ഒട്ടും സേഫ് അല്ലാത്തത്. അപ്പോൾ ഞാൻ വീണ്ടും കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫണ്ടമെൻ്റൽസ് പുതിയ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആൾക്കാരോ ഉള്ള ബിസിനസ്സോ നിങ്ങളൊന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കുക, ഇത്രയും കാര്യങ്ങൾ എൻ്റെ പെർഫെക്റ്റ് ആണോ എന്ന്. ഇത് പെർഫെക്റ്റ് അല്ല എങ്കിൽ കറക്റ്റ് ചെയ്യാൻ നോക്കുക. അതും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ പിന്നെ നമ്മുടെ സ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫെയിലിയറിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിട്ട് തന്നെ കണക്കൂട്ടാതിനെ.